കണ്ണിൻ്റെ ഒരു അസുഖമാണ്, അതായത് ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി പറയുന്നത്. ഇതുമൂലം നമുക്ക് കണ്ണിൻ്റെ കാഴ്ച ഗ്രാജുവലി കുറയുകയും അത് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയും കൂടെ ഉള്ളൊരു അസുഖമാണ്. തുടക്കത്തിൽ കാര്യമായിട്ട് ലക്ഷണങ്ങൾ കാണിച്ചോളണം എന്നില്ല എല്ലാ കേസിലും. എന്തോ ഒരു ജന്തു ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ആകുന്ന പോലെ തോന്നുക, ഇത് വരാനുള്ള സാധ്യതകൾ 5 കൊല്ലം എന്ന് വെക്കേണ്ട, അതിലും നേരത്തെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്ന ഒരു കണ്ണിൻ്റെ അസുഖത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജി എക്സ്പേർട്ടായ ഡോക്ടർ നീനയാണ്. സോ ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഓക്കെ ഡോക്ടർ, എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി? നോർമലി ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, അതായത് പ്രമേഹ രോഗികൾക്ക് വരുന്ന കണ്ണിൻ്റെ ഒരു അസുഖമാണ്, അതായത് ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി പറയുന്നത്. ഷുഗറിൻ്റെ ലെവല് നമ്മളുടെ ബ്ലഡിൽ, അതായത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയിൽ റെറ്റിനേൻ്റെ അകത്ത് വരുന്ന രക്തക്കുഴലുകൾക്ക് കുറച്ച് ലീക്കേജ് സംഭവിക്കാം, അല്ലെങ്കിൽ കുറച്ച് തകരാറ് സംഭവിക്കാം. ഇതുമൂലം നമുക്ക് കണ്ണിൻ്റെ കാഴ്ച ഗ്രാജുവലി കുറയുകയും അത് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയും കൂടെ ഉള്ളൊരു അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? തുടക്കത്തിൽ കാര്യമായിട്ട് ലക്ഷണങ്ങൾ കാണിച്ചോളണം എന്നില്ല എല്ലാ കേസിലും. അത് ഗ്രാജുവലി ഒരു മങ്ങലായിരിക്കാം തുടക്കത്തിൽ. ചിലർ പറയുന്നത് ഫ്ലോട്ടേഴ്സ് എന്ന് പറയും. ഫ്ലോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ജന്തു ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ആകുന്ന പോലെ തോന്നുക. ചിലപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല, അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്തോ ഒരു സാധനം പോകുന്നു, ഒരു കരട് പോലെ അല്ലെങ്കിൽ ഒരു പ്രാണി പോലെ, അങ്ങനെ പറയാറുണ്ട് ചിലർ പറയുന്നത് രാത്രി കാലങ്ങളിൽ കണ്ണ് കുറച്ചും കൂടെ കൂടുതൽ മങ്ങിയ പോലെ തോന്നണു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ കൈൻഡ് ഓഫ് സിംറ്റംസ് ആണ് ഇനീഷ്യൽ ഫേസിൽ കാണിക്കാറ്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ഐ ചെക്കപ്പ്, അതായത് മിനിമം വർഷത്തിൽ ഒരു തവണയെങ്കിലും കണ്ണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരികയാണ്. ഈ റെറ്റിനോപ്പതി കൂടുതലായിട്ടും ആർക്കൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്? ഇത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പിലാണ് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇത് നമ്മൾ എത്ര കാലമായിട്ട് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. ഇപ്പോൾ സ്റ്റഡീസൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളൊരു പേഷ്യൻ്റ് വിത്തിൻ 5 ഇയേഴ്സ് ആണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാൻ സാധ്യത കൂടുതലുള്ളതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഷുഗറിൻ്റെ കൂടെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. ഇതൊക്കെ ക്രമാതീതമായിട്ട് ഒരു അവസ്ഥയിൽ നിൽക്കുകയും ഷുഗറിൻ്റെ കൺട്രോൾ ഒട്ടും ഇല്ല, മരുന്ന് കഴിക്കുന്നില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കൂടെയാണ് പേഷ്യൻ്റ് പോകുന്നത് എങ്കിൽ ഇത് വരാനുള്ള സാധ്യതകൾ 5 കൊല്ലം എന്ന് വെക്കേണ്ട, അതിലും നേരത്തെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷുഗർ നമ്മൾ ഒരു ആളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൺട്രോൾ ചെയ്യുക, അതായത് ഷുഗറിൻ്റെ ലെവൽ നന്നായി കൺട്രോൾ ചെയ്യുക, മാസം നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ കണ്ണിൻ്റെ പരിശോധന നിർബന്ധമായിട്ട് വെക്കുക. അപ്പോൾ ഇനീഷ്യൽ ഫേസ് ആണ്, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദർ പ്രോഗ്രഷൻ നമുക്ക് അറസ്റ്റ് ചെയ്യാം. അതായത് ഒരു കാഴ്ച മങ്ങിയ ഒരു അവസ്ഥയിൽ തന്നെ നമ്മളത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബ്ലീഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവാണ്ട് നമുക്ക് നോക്കാൻ പറ്റും. ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ നമുക്ക് സഞ്ജീവനത്തിൽ നമ്മൾ എന്തൊക്കെ ആയുർവേദ ചികിത്സകളാണ് കൊടുക്കുന്നത്? ഓക്കെ, ഇപ്പോൾ സഞ്ജീവനത്തിൽ നമുക്ക് വരുന്ന പേഷ്യൻസ് 2 ടൈപ്പായിട്ടാണ് വരുന്നത്. ഫസ്റ്റിലെന്ന് പറയുന്നത് ലേസർ ചികിത്സ ചെയ്തിട്ടുണ്ടാവാം, ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പേര് ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് മാത്രമായിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവറി 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് കൂടുമ്പോൾ ഒന്നെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറ്റിത്തരാൻ പറ്റുമോ എന്നുള്ളതാണ് കൂടുതൽ എൻക്വയറീസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക്, അതായത് ലേസർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1 മന്ത് ഗ്യാപ്പിൽ നമുക്ക് ഈ കണ്ണിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഐ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക, കൂടെ തലയ്ക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി ആ ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സിൽ ഇഞ്ചക്ഷൻ അടിക്കേണ്ടത് നമുക്ക് കുറച്ച് പ്രൊലോങ് ചെയ്ത് പോകാൻ പറ്റും. ചിലർക്ക് 9 മന്ത്സ് ആവാം, ചിലർക്ക് ചെറിയ ഫേസ് ആണ്, മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ ഓഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി ആണെങ്കിൽ നമുക്ക് ഫർദർ ഇഞ്ചക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വരെ പറ്റിയിട്ടുണ്ട് നമ്മളുടെ ഈ ചികിത്സാ രീതി ചെയ്യുന്നതോടുകൂടെ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വേറെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ച് ബ്ലീഡിങ് സ്പോട്ട്സ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് വരുന്നവരുണ്ട്. അങ്ങനത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളുടെ ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് കൊടുക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ റൂട്ട് കോസ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സഞ്ജീവനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇതിന് കാരണമായിട്ടുള്ളത് ആ കാരണത്തിനെയാണ് നമ്മൾ ആദ്യം ലക്ഷ്യം വെച്ചിട്ട് അത് മാറ്റിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാനും പറ്റുള്ളൂ. അപ്പോൾ എന്താണോ ഇതിന് കാരണം, അപ്പോൾ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാണ്ട് വേറെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇതിന് ഫലപ്രാപ്തി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് കണ്ണിലേക്കും തലയ്ക്കും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫർദർ പ്രോഗ്രഷനിലേക്ക് പോവാണ്ട് ഈ അവസ്ഥേനെ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ.
താങ്ക് യു ഡോക്ടർ. ഓക്കെ.